കഴിഞ്ഞ ദിവസമാണ് ഞാൻ കുറച്ചുകൂടെ ഒന്ന് ആക്റ്റീവായിട്ട് എൻ്റെ ചാനലിലേക്ക് വർക്കൊക്കെ തുടങ്ങിയത്. അപ്പം നേരത്തെ ഞാനൊരു ജിമ്പലാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, മോസാമിനിയുടെ ഒരു ജിമ്പൽ. അപ്പോൾ അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടൊരു ട്രൈപോഡും കൂടി ഉണ്ടെങ്കിൽ വീഡിയോ കുറച്ചുകൂടെ ക്വാളിറ്റി ആയിരിക്കുമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇതാണ് പാക്കേജ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. നല്ലൊരു ക്യാരി ഇഷ്ടമായി. ഒരു ക്യാരി ബാഗാണ്. നമുക്ക് ഈസി ആയിട്ട് പോകുന്ന വഴിക്കൊക്കെയാണ് നമ്മുടെ പുറകിൽ ഈസി ആയിട്ട് നമുക്ക് ക്യാരി ചെയ്തുകൊണ്ട് പോകാം. പോകുന്ന വഴിക്കാണ് നമുക്ക് ഈസി ആയിട്ട് പിന്നെ പുറകിൽ പോകാൻ നമ്മൾ ട്രൈപോഡ് സ്റ്റാൻഡ്, പിന്നെ ഒരു യൂസർ മാനുവൽ ഇവരായിട്ടൊപ്പം തന്നെ വെച്ചിട്ടുണ്ട്. എന്നെ പോലുള്ള ആളുകൾക്ക് ഇത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും എന്ന് വിചാരിക്കുന്നു. കാരണം ആക്ച്വലി ഇതിന്റെ മുഴുവൻ ഹൈറ്റ് എത്രയാണ് അല്ലെങ്കിൽ ടോട്ടൽ ഹൈറ്റ് എത്രയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം 3 സ്റ്റാൻഡിലായിട്ട് നമുക്കിതിപ്പോൾ കാണാൻ പറ്റുന്ന 3 ലോക്ക് സിസ്റ്റം ആണ്. 3 ലോക്ക് എന്ന് പറയുമ്പോൾ 3 ഫോൾഡ് ആണ്. എത്രത്തോളം ഹൈറ്റ് ഉണ്ടെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും ഞാൻ ഡ്രോപ്പ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഇത് വന്നിട്ട് ഏകദേശം എൻ്റെ ഹിപ്പിൻ്റെ ലെവൽ വരുന്നുണ്ട്. ഏകദേശം നോർമൽ ഹൈറ്റ് എന്ന് പറയുന്നത് നോർമൽ ഹൈറ്റ് അല്ല, മാക്സിമം എക്സ്റ്റെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഹിപ്പ് ലെവൽ വരെ കിട്ടുന്നുണ്ട്. അപ്പോൾ ആസ് യൂഷ്വൽ നമുക്കിത് നല്ല രീതിയിൽ കവർ ചെയ്യാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ നല്ല ഹാൻഡിലുണ്ട്. ഹാൻഡിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹാൻഡിലാണ്. ഇത് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? പറഞ്ഞാൽ ഇത് ഹിപ്പ് ലെവൽ വരെയാണ് ഇതിൻ്റെ ഹൈറ്റ്. നമുക്കിത് കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഹൈറ്റ് നമ്മളിവിടെ ഒരു സ്ക്രൂ ഉണ്ട്, കാണാൻ സ്ക്രൂ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ജസ്റ്റ് നമ്മൾ എന്താ പറയുക കുറച്ചൊന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ലോക്ക് ഫീൽ ചെയ്യും. അവിടെ വരെ നമുക്കിത് പൊക്കാവുന്നതാണ്. ഈ ക്യാമറ ഹോൾഡർ അല്ലെങ്കിൽ മൊബൈൽ സ്റ്റാൻഡ് ചെയ്യുന്ന ഈ ഒരു പോർഷൻ. പിന്നെ ഈ ഹാൻഡിൽ ഇതിപ്പോൾ ടൈറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. നമുക്ക് ഞാൻ കാണിച്ചു തന്നത് 360 ആണ് ഞാൻ മുമ്പേ കാണിച്ചു തന്നത്. ഇനി ഇതിനെ കുറച്ചുകൂടെ ഇതായിട്ട്, അതായത് നമുക്കിത് മേളിലേക്കും താഴോട്ട് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഹാൻഡിലൊന്ന് ജസ്റ്റ് ലൂസാക്കി കൊടുക്കുക. ലെഫ്റ്റ് ഹാൻഡ് ഡയറക്ഷനിലേക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് നമ്മളൊന്ന് തിരിച്ചു കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഇതാവും. ഇതുണ്ടോ, ഷോട്ട് നമുക്ക് കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. മൊത്തത്തിൽ നേരത്തെ ഇവിടെ ഫീൽ ചെയ്തിരുന്ന ടൈറ്റ്നസ് ഉണ്ടായിരുന്നു. ആ ടൈറ്റ്നസ് ഇപ്പം മൊത്തമായിട്ട് ഫ്രീ ആയ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. മുകളിലേക്കാണെന്ന് താഴേക്കാണ്. നമുക്കിപ്പോൾ ഇവിടെ നിന്ന് താഴെ ഒരു ഷോട്ട് മുകളിലേക്ക് എടുക്കാനാണെങ്കിൽ നല്ല രീതിയിൽ കവർ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഇതിൽ മൊബൈൽ എങ്ങനെയാണ് ഹോൾഡ് ചെയ്യുന്നതെന്ന് നോക്കി ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിനൊരു ലോക്ക് സിസ്റ്റം ഉണ്ട്. അത് ഞാൻ നിങ്ങളെ ആദ്യമായിട്ടൊന്ന് കാണിച്ചു തരാം. ജസ്റ്റ് പിന്നൊന്ന് പുള്ള് ചെയ്താൽ മാത്രം മതി. പുള്ള് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഈസി ആയിട്ട് റിമൂവ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഹോൾഡർ മൾട്ടിപർപ്പസ് ആയിട്ടുള്ള ഹോൾഡറാണ്. ഒന്ന് നമുക്ക് പോർട്രേറ്റ് മോഡ് ഇട്ടെടുക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ലാൻഡ്സ്കേപ്പ് ആയിട്ട് എടുക്കാനും ഇത് യൂസ്ഫുൾ ആണ്. അതോടൊപ്പം തന്നെ നമുക്കിപ്പം മൊബൈലിൽ നമ്മൾ ഇവിടുന്ന് ബാക്ക് ക്യാമറ വെച്ച് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ടിൽറ്റ് ചെയ്ത് സൈഡിലേക്ക് നമുക്ക് വെർട്ടിക്കലായിട്ട് വേണമെങ്കിൽ എടുക്കാൻ പറ്റും. 2 സൈഡിലേക്ക് ഇത് തിരിക്കാൻ പറ്റും. ലെഫ്റ്റ് സൈഡിലേക്ക് ഇത് തിരിക്കണമെന്ന് മാത്രം. എന്തായാലും ഞാനിത് ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്ത് കാണിക്കാം. അതിന് മുമ്പ് നമ്മുടെ മൊബൈലിൻ്റെ വിഡ്ത്ത് അനുസരിച്ച് നമുക്കിതിനെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇത് ജസ്റ്റ് നമ്മളൊന്ന് പിൻ ചെയ്ത് പുൾ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എനിക്ക് കുറച്ച് ടൈറ്റായിട്ട് തോന്നുന്നുണ്ട്, കാരണം അത്ര അഡ്ജസ്റ്റഡ് ആയിട്ടില്ല. ഞാൻ ഇതുമായിട്ട് യൂസ്ഡ് ആയി വരുന്നതേ ഉള്ളൂ. ജസ്റ്റ് നമുക്ക് പുള്ളി ചെയ്ത് ഇങ്ങനെ കൊടുത്താൽ മാത്രം മതി. ഇപ്പം നമുക്ക് നമ്മുടെ മൊബൈലിൻ്റെ വിഡ്ത്ത് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഞാൻ സാധാരണ ഇതിപ്പോൾ ഒരു വിവോയുടെ ഒരു ആൻഡ്രോയിഡാണ് എൻ്റെ പഴയ ആൻഡ്രോയിഡാണ്. ഞാനിതിലൊന്ന് ജസ്റ്റ് ഹൈറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാണിക്കാം നിങ്ങളെ. ഓക്കെ, ഇതിപ്പോൾ ടൈറ്റ് സീലായിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് ഇതാക്കി. അതിനുശേഷം ഞാൻ ഈ ഹോൾഡർ ഒന്ന് ജസ്റ്റ് ഇതിലേക്ക് തിരിച്ച് കയറ്റാൻ പോവുകയാണ്. ഇത് ഞാനിത് ജസ്റ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ലോക്ക് ചെയ്തിടാം.
പഴയ പോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ആ ഗ്രൂവിലേക്ക് നമ്മൾ കടത്തിയിട്ടതിന് ശേഷം നമ്മൾ ലോക്കാക്കി. അപ്പോൾ അതേ ക്യാമറ ഫംഗ്ഷൻ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ട്രൈപോഡിൻ്റെ ഒപ്പം തന്നെ നമുക്കൊരു ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു ബ്ലൂടൂത്ത് റിമോട്ട് കൺട്രോൾ കൂടി ഉണ്ട്. നമ്മുടെ ക്യാമറ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡിസ്റ്റൻസിലായാൽ പോലും ഞാനിപ്പോൾ ഒരു എന്താ പറയുക, എനിക്കൊരു ഫേസ് അല്ലെങ്കിൽ ഒരു സീൻ ഞാൻ ജസ്റ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഡിസ്റ്റൻസ് നിന്നാണെങ്കിൽ പോലും എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റും. ഈ റിമോട്ട് വെച്ച് എനിക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. എന്തായാലും ഞാൻ ജസ്റ്റ് മൂവ് ചെയ്യാണ്. അപ്പോൾ ഇത് ഡിസ്റ്റൻസിലാണെങ്കിൽ പോലും ഒരു അത്യാവശ്യം ഞാനിപ്പോൾ ഇരിക്കുന്ന ചെറുതായിട്ട് ഒരു 1 മിനിറ്റ് ഡിസ്റ്റൻസേ ഉണ്ടാവുള്ളൂ. മാക്സിമം ഡിസ്റ്റൻസ് എത്രത്തോളമാണ് ഞാൻ നോക്കിയിട്ടില്ല. എന്തായാലും അത് പിന്നീടുള്ള വീഡിയോസിലൊക്കെ ഞാൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും 100 വ്ലോഗ്സിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ കമൻസ് കൂടി രേഖപ്പെടുത്തുക. നിങ്ങളുടെ കമൻസ് ആണ് മുമ്പോട്ട് എനിക്ക് പോകാനുള്ള ഒരു വഴിയായി ഞാൻ സ്വീകരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾ ചാനലിലെ ഈ വീഡിയോസ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.